നമസ്കാരം. ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും മുൻ എസ്ഐയുമായ ഫിലിപ്പ് മമ്പാട് 16 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ക്ലാസുകളിലൂടെയും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച ഇയാളുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നതിന്റെ ഞെട്ടലിലാണ് കേരളം. അതേസമയം പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി ഇയാളുടെ കുടുംബവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനായി വീട്ടിൽ താമസിപ്പിച്ച ശേഷമാണ് ഫിലിപ്പ് മമ്പാട് പീഡനത്തിനിരയാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 3-ന് രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കുട്ടിയെ കാസർഗോട്ടേക്ക് കൊണ്ടുപോവുകയും കാഞ്ഞങ്ങാട്ടുള്ള ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെ കുട്ടി വിവരം തുറന്നു പറഞ്ഞതോടെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും ഇടപെട്ടത്. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും കൗൺസിലിങ്ങിനും ശേഷമാണ് നിലമ്പൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഫിലിപ്പ് മമ്പാടിന്റെ പ്രസംഗങ്ങളിലെ വൈരുദ്ധ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണമെന്നും അമ്മയെ സ്നേഹിക്കണമെന്നും ഭാര്യയെ സ്നേഹിക്കണമെന്നും പ്രസംഗിച്ച് കരയുന്ന ഇയാൾ സ്വന്തം അമ്മയെ തിരിഞ്ഞു നോക്കാറുപോലുമില്ലെന്നും അവർ മാമ്പാട്ടുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ പ്രസംഗങ്ങളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചിരുന്ന ഇയാൾ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിരുന്നതായും ആരോപണം ഉയരുന്നു. എന്നാൽ ഫിലിപ്പ് മമ്പാടിനെ കുടുംബം കൈവിട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഇയാളുടെ ഭാര്യയും മകളും നിഷേധിച്ചു. തങ്ങൾ 23 വർഷമായി ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതി തെളിയിക്കുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. കേസ് നിയമപരമായി നേരിടാൻ അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് മാതൃകാ ഭർത്താവായി ഇയാൾ പേരെടുത്തിരുന്നു. ആ സമയത്തും ഇയാൾ ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു എന്നും സ്ത്രീകളുമായുള്ള ബന്ധം കാരണം അവർ ഇപ്പോൾ പിരിഞ്ഞു താമസിക്കുകയാണ് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഫിലിപ്പ് സർ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഇയാളെ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് എന്നുമൊക്കെയാണ് ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്. എന്നാൽ പോലീസ് ആഴ്ചകളോളം അന്വേഷണം നടത്തിയും കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സദാചാരത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുന്നവർ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന ഇരട്ടത്താപ്പാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ചർച്ചയാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ജനശബ്ദം സബ്സ്ക്രൈബ് ചെയ്യുക.